ഉറക്കം കിട്ടിയിട്ടില്ല. കാരണം കൂടെയുള്ള ഒരാളാണ് ഈ ഒരവസ്ഥയിൽ ആയത്. ഇന്നലെ ഉണ്ടായ സംഭവം ഡോക്ടർ വിപിൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. 3ാമത്തെ വർഷമാണിത്. പുള്ളി യാതൊരു സംഭവം അറിയാതെ പുള്ളി ഓഫീസിൽ പോയിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആക്രമി വന്നിട്ട് വടിവാള് കൊണ്ട് തലയ്ക്ക് വെട്ടുക. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. നിങ്ങളൊരു ഓഫീസിലിരിക്കുകയാണ്, തലയ്ക്ക് ഒരാൾ വന്നിട്ട് തലയോട്ടി പൊട്ടുന്ന വിധത്തിൽ വെട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും? അതിൻ്റെ ഭാഗ്യത്തിന് വേറെ എവിടെയും വെട്ടുകൊണ്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ ഡോക്ടർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സെക്യൂരിറ്റി സംവിധാനം കൂടുതൽ ശക്തമാക്കണം. വർഷങ്ങളായിട്ട് നമ്മൾ KGMA എല്ലാ സർവീസ് സംഘടനകളും പറയുന്ന കാര്യമുണ്ട്, പോലീസ് ഔട്ട് പോസ്റ്റ് കൊണ്ടുവരിക എന്നുള്ളത്. അത് നടപ്പിലാക്കണം. പിന്നെ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം. ഞങ്ങളിപ്പോൾ അണ്ടർ സ്റ്റാഫ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു OP തന്നെ ഒരു 1200ഓളം പേര് മോർണിംഗ് വരും. ഈവനിങ് അത് കഴിഞ്ഞിട്ട് ഒരു 600ഓളം പേര് വീണ്ടും വരും. ആ 600ഓളം പേരെ നോക്കാൻ വൈകുന്നേരങ്ങളിൽ ഒരു ഡോക്ടർ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. പിന്നെ ഹൗസ് സർജൻസ് ആരെങ്കിലും മെഡിക്കൽ കോളേജുകളിൽ നിന്ന് വരികയാണെങ്കിൽ അവരും. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈവനിങ് കാഷ്വാലിറ്റിയിൽ 2 ഡോക്ടറെങ്കിലും നിയമിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ എനിക്കിപ്പോൾ നാളെ വീണ്ടും ഈ ഹോസ്പിറ്റലിൽ വന്നിരിക്കും, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, ഉച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടി ഉണ്ട്. ഞാൻ എങ്ങനെ ഇരിക്കുന്ന എനിക്കറിയില്ല. എൻ്റെ മാനസികാവസ്ഥ ഭയങ്കര മോശമാണ്. ഞാൻ ഇന്നലെ 2 മണിക്ക് കിടന്നു, 3 മണിക്ക് എണീറ്റു. വീണ്ടും ഉറക്കം കിട്ടിയിട്ടില്ല. കാരണം കൂടെയുള്ള ഒരാളാണ് ഈ ഒരവസ്ഥയിൽ ആയത്.